ഒരുപാട് ആരാധകരുള്ളവരായിരിക്കും കായിക താരങ്ങൾ. പലപ്പോഴും അവരുടെ കഴിവുകളും നേട്ടങ്ങളും മാത്രമല്ല, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളും അതിന് കാരണമാകാറുണ്ട്. അങ്ങനെ കായിക താരങ്ങൾ കളിക്കളത്തിൽ ചെയ്ത കുറച്ച് നന്മ നിറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അത്ലറ്റുകൾക്ക് എല്ലാ പ്രായത്തിലുള്ള ആരാധകരും ഉണ്ടായിരിക്കും. ഇവിടെ ഒരു കൊച്ചു ആരാധകൻ നെയ്മർ സബ്സ്റ്റിറ്റ്യൂട്ടായി തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടിച്ചെല്ലുകയാണ്. എന്നാൽ നെയ്മർ അവനെ സെക്യൂരിറ്റിക്ക് വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം ധരിച്ച ജേഴ്സിയും ആ ബാലന് ഊരിക്കൊടുക്കുന്നു. ഇതിലും വലിയ സന്തോഷം ആ പയ്യന് കിട്ടാനില്ല. സ്പോർട്സ്മാൻഷിപ്പ് എന്നത് ഏത് കളിയിലും പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ചെയ്ത ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ നാം കാണുന്നത്. 2018 വേൾഡ് കപ്പിൽ എഡിസൺ കവാനി 2 ഗോൾ നേടുകയും ശേഷം 71-ാം മിനിറ്റിൽ പരിക്ക് പറ്റുകയും ഉണ്ടായി. എന്നാൽ പരിക്ക് പറ്റി നടക്കാൻ ബുദ്ധിമുട്ടിയ അദ്ദേഹത്തെ ഫീൽഡിന് പുറത്തേക്ക് എത്തിക്കാൻ സഹായിച്ചത് എതിർ ടീമിലുള്ള റൊണാൾഡോ ആയിരുന്നു. സന്തോഷം നിറഞ്ഞ അവസരങ്ങളിൽ കളിക്കാർ പല പ്രവൃത്തികളും ചെയ്യാറുണ്ട്. അങ്ങനെ 100ാമത്തെ പ്രീമിയർ ഗോൾ അടിച്ച സലാ ചെയ്ത ഒരു കാര്യമാണ് നാം കാണാൻ പോകുന്നത്. സാധാരണ ഇത്തരം നേട്ടങ്ങൾ ലഭിക്കുന്ന മത്സരത്തിലെ സാധനങ്ങൾ കളിക്കാർ സൂക്ഷിച്ചു വെക്കാറാണ് പതിവ്. എന്നാൽ സലാ താൻ ധരിച്ച ജേഴ്സി തൻ്റെ ഒരു കൊച്ചു ആരാധകന് സമ്മാനമായി കൊടുത്തു. എല്ലാ ടെന്നീസ് ഫാൻസിനും അറിയാവുന്ന ഒരു കളിക്കാരനായിരിക്കും നൊവാക് ജോക്കോവിച്ച്. അദ്ദേഹം ഒരു കളിക്കിടയിൽ ബോൾ ബോയുമായി നടന്നൊരു സംഭവമാണിത്. ആ പയ്യന്റെ കയ്യിൽ നിന്ന് കുട വാങ്ങി അദ്ദേഹം പിടിക്കുകയും അവനെ ഒരു ഡ്രിങ്കിന് ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ ബെഞ്ചിൽ ഒന്നിച്ചിരുന്ന് കുശലം പറയുകയും ഒന്നിച്ച് ഡ്രിങ്ക്സ് കുടിക്കുകയും ഉണ്ടായി. ശേഷം മാച്ചിന് സമയമായപ്പോൾ അവന് കൈകൊടുത്ത് പിരിയുകയും ചെയ്തു. അമേരിക്കൻ ബാസ്കറ്റ്ബോൾ പ്ലെയറായ ലെബ്രോൺ ജെയിംസിന്റെ അടുത്ത് നിന്ന് ഒരു ഹഗ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? അതിനുള്ള ഒരു വഴി $75,000 വിജയിക്കുക എന്നതാണ്. ഈ ഫാൻ ഒറ്റ കൈകൊണ്ട് കോർട്ടിന്റെ നടുവിൽ നിന്ന് ബോൾ എറിഞ്ഞ് ബാസ്ക്കറ്റിൽ വീഴ്ത്തി. അങ്ങനെ അദ്ദേഹം $75,000 നേടുകയും ചെയ്തു. എന്നാൽ അതിലും അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചത് ലെബ്രോൺ ജെയിംസിന്റെ ഈ ഹഗ്ഗായിരുന്നു. എതിർ മത്സരാർത്ഥികൾക്ക് പരിക്ക് പറ്റിയാൽ കായിക താരങ്ങൾക്ക് സന്തോഷമായിരിക്കും. എന്നാൽ ഒരു ട്രൂ സ്പോർട്സ്മാൻ അങ്ങനെയല്ല അതിനെ കാണുക. അങ്ങനെ ഒരു പ്ലെയറാണ് ഗ്രിഗോർ ഡിമിട്രോവ് എന്ന ഈ ടെന്നീസ് താരം. ടൂർണമെന്റിന്റെ ഫൈനൽ നടക്കുമ്പോൾ എഡ്മണ്ട് എന്ന എതിർ മത്സരാർത്ഥിക്ക് പരിക്ക് പറ്റുകയുണ്ടായി. എന്നാൽ ഡോക്ടർ എത്തുന്നതിന് മുമ്പ് തന്നെ ഗ്രിഗോർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു. ഭാഗ്യത്തിന് എഡ്മണ്ട് റിക്കവർ ആവുകയും മാച്ച് പൂർത്തിയാക്കാനും സാധിച്ചു. അവസാനം വിജയിച്ചതും ഗ്രിഗോർ തന്നെയായിരുന്നു. ഐസ് ഹോക്കിയിൽ ബോളിന് പകരം ഉപയോഗിക്കുന്നതാണ് ഹോക്കി പക്കുകൾ. ഹോക്കി കളിക്കാരനായ ഡെയിൽ വൈസ് അത്തരമൊരു പക്ക് തൻ്റെ കൊച്ചു ആരാധകന് സമ്മാനിക്കുകയുണ്ടായി. എന്നാൽ മറ്റൊരു കുട്ടി കൂടി അതിനായി ആഗ്രഹിച്ച കാര്യം അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ ഒട്ടും വൈകാതെ അവനുള്ള സമ്മാനം കൂടി ഡെയിൽ അവൻ്റെ കയ്യിലെത്തിച്ചു. നന്മയുള്ള കളിക്കാർ തൻ്റെ ആരാധകർക്ക് മടികൂടാതെ സമ്മാനങ്ങൾ നൽകാറുണ്ട്. അത്തരത്തിൽ നെയ്മർ സബ്സ്റ്റിറ്റ്യൂഷൻ ആയപ്പോൾ തൻ്റെ ബൂട്ട് ഒരു ആരാധകന് സമ്മാനിക്കുന്ന കാഴ്ചയാണിത്. ഇതിലും വലിയൊരു സമ്മാനം അവൻ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. റാഫേൽ നദാൽ വളരെ ഫേമസ് ആയ ഒരു ടെന്നീസ് പ്ലെയറാണ്. കളിക്കിടയിൽ അദ്ദേഹം അടിച്ച ബോൾ സൈഡിൽ നിൽക്കുന്ന ബോൾ ഗേളിന്റെ തലയിൽ തട്ടുകയുണ്ടായി. എന്നാൽ ഉടനെ തന്നെ നദാൽ അവളുടെ അടുത്തേക്ക് ഓടിയെത്തി അവൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് അന്വേഷിച്ചു. വേദനിച്ചിട്ടുണ്ടാവുമെങ്കിലും അവൾ ഓക്കെയാണെന്ന് അദ്ദേഹത്തെ അറിയിച്ചു. എന്നാൽ അവളോട് ക്ഷമ ചോദിക്കുകയും കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയും ചെയ്താണ് നദാൽ കളി തുടർന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടതിൽ ഏത് സംഭവമാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്